അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവ്വമാന്യനായ അധ്യക്ഷൻ, സുന്നി മാലി ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉസ്താദ് ആർ.വി. കുട്ടി ഹസൻ ദാരിമി, മഹാന്മാരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സുന്നി മാലി ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ത്വയ്ബ കോൺഫറൻസ് ഇത്രമേൽ വിജയമാക്കിയ മഹല്ല് ജമാഅത്തുകളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 4 മണിയോടുകൂടി നമുക്ക് പിരിയേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനുകളിൽ നേരത്തെ ഉച്ചയുടെ മുമ്പ് ഈ സെഷനിൽ പങ്കെടുക്കേണ്ട പലരും ഉച്ചയുടെ ശേഷമാണ് സംബന്ധിക്കുക എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ നദി ഉസ്താദ് ഏകദേശം 10-15 മിനിറ്റിനകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരും. തുടർന്ന് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരം 3 മണിക്ക് വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇഷ്ഖ് മജ്ലിസ് ദാറുൽ ഹുദയുടെ സീനിയർ വിദ്യാർത്ഥികൾ ടീം ഫിദ എന്ന ഒരു സംഘം അവതരിപ്പിക്കുന്ന പ്രത്യേകം ആകർഷണീയവും ആത്മീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ വേദിയിൽ നടക്കാൻ പോവുകയാണ്. അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അതിൻ്റെ തൊട്ട് മുമ്പ് ഇഷ്ഖൻ നബിയെ സംബന്ധിച്ച് പ്രവാചക പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം നടത്താനുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു പകൽ സമയം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു സദസ്സിൽ മഹാനായ സി വലിയുള്ളാഹിയുടെ ചാരത്തിരിക്കാൻ നമുക്ക് കിട്ടിയ തൗഫീഖ്, സൗഭാഗ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ അവസാനം വരെ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രമേയം തിരുവസന്തം 15 നൂറ്റാണ്ട് എന്നും അതിൻ്റെ തലക്കെട്ടോടുകൂടി അവതരിപ്പിക്കുമ്പോഴും ഓരോ സെഷനുകളിലും ഓരോ പ്രദേശങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്ന വിവിധങ്ങളായ സമ്മേളന സംഗമങ്ങളിൽ അതത് ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് പ്രവാചകരുടെ സംക്ഷിപ്ത ചരിത്രത്തിൻ്റെ ആകാവുന്ന അത്ര തലങ്ങളിലേക്ക് നമ്മുടെ പ്രമേയത്തെ വികേന്ദ്രീകരിക്കാൻ വേണ്ടി SMF-ന് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ 15ാമത് ആണ്ട്, 15 നൂറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന 1500-ാം ആണ്ട് ആ ഒരു തലക്കെട്ടിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും പഞ്ചായത്ത് തലങ്ങളിൽ നടന്നിട്ടുള്ള മദീന മുനവ്വറ സംഗമങ്ങളും മേഖലാ തലങ്ങളിൽ നടന്ന ഖുബാ സംഗമങ്ങളും ഇപ്പോൾ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ത്വയ്ബ കോൺഫറൻസുകളും തുടർന്ന് നമ്മുടെ ശാഖകളിലൊക്കെ മഹല്ലുകളിലൊക്കെ നടക്കേണ്ട റൗള സംഗമങ്ങളും സമാപന പരിപാടിയായി സെപ്റ്റംബർ 24-ാം തീയതി മലപ്പുറത്ത് ജബലുന്നൂർ കോൺഫറൻസും വിഭാവനം ചെയ്യുന്ന ഓരോ സെഷനുകളിലും വിവിധങ്ങളായ വിഷയങ്ങളാണ് സമർപ്പിക്കുന്നത്. നമ്മൾ ഈ സെഷനിൽ ത്വയ്ബ കോൺഫറൻസിൽ രാവിലെ നടന്ന സെഷനിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സെഷൻ സമകാലികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് പരിചയപ്പെടുത്താൻ കൂടുതൽ അവസരമാണ് ഈ നബിദിനാഘോഷ പരിപാടിയുമായി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ നീക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തെ ആകാവുന്ന അത്ര വിശദീകരിക്കാനും നമ്മുടെ സംഗമങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നത് അത് വലിയ സൗഭാഗ്യമായി നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ്.
ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാൻ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി മഹാനായ തത്വചിന്തകൻ, സാമ്പത്തിക വിചക്ഷണൻ ആഡം സ്മിത്ത് 3 ചോദ്യമാണ് ചരിത്രത്തോട് ചോദിച്ചത്. ലോകത്തെ വിലയിരുത്താൻ വേണ്ടി മൈക്കിൾ എച്ച് ഹാർട്ട് ദി 100 എന്ന പുസ്തകം എഴുതിയപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ ചാപ്റ്റർ 1 മുഹമ്മദ് എന്ന പേര് കൊടുക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, യേശുവിന്റെ സഹനവും മൂസയുടെ ധീരതയും സമന്വയിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ 100-ൽ 1-ാം സ്ഥാനം, അതായത് ലോകത്തിലെ 1-ാം സ്ഥാനം പ്രവാചകൻ മുഹമ്മദ് നബിക്ക് കൊടുത്തത് എന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറയുമ്പോൾ, നിഷ്പക്ഷമായി ചരിത്രത്തെ വായിച്ച ആരൊക്കെ ഉണ്ടെങ്കിലും ലോകത്തെ സ്വാധീനിക്കപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചുകൊണ്ട് വിലയിരുത്താൻ വേണ്ടി ആരെല്ലാം അവരവരുടെ പേന ചലിപ്പിച്ചു, അവരൊക്കെയും ആദ്യമായി കുറിക്കപ്പെടുന്ന വാക്ക് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നെപ്പോലെ തന്നെ ആഡം സ്മിത്തും ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളെ അളക്കാൻ വേണ്ടി വർഷങ്ങളുടെ പഠനം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് 1-ാം സ്ഥാനം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും ചരിത്രത്തെ പറഞ്ഞു പോവുകയല്ല. 3 ചോദ്യം ചരിത്രത്തിന്റെ മുമ്പിൽ വെച്ച് ആ ചോദ്യത്തിന് മറുപടി കാണാൻ സാധിച്ചവർക്ക് മാത്രമേ എൻ്റെ ഉത്തരത്തിൽ 1-ാമായ ഞാൻ പരിഗണിക്കൂ എന്ന് അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട ശേഷമാണ് ചോദ്യവുമായി ചരിത്രത്തെ അദ്ദേഹം സമീപിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യം 1 ഇതാണ്: ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല 1-ാമനായി കരുതപ്പെടുന്ന വ്യക്തിയെ ലോകം എപ്പോഴെങ്കിലും വരണമെന്ന് കാത്തിരുന്നോ, പ്രതീക്ഷിച്ചിരുന്നോ എന്നാണ്. 2-ാമത്തെ ചോദ്യം, അദ്ദേഹം കടന്നു വന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ആ സമൂഹം, തൻ്റെ ജനത, തൻ്റെ സമകാലികത അംഗീകരിച്ചോ എന്നാണ്. 3-ാമത്തെ ചോദ്യം, അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിൻ്റെ ശേഷം തൻ്റെ പിൽക്കാല ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന എന്തെങ്കിലും സംഭാവന ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചോ എന്നാണ്. ഈ 3 ചോദ്യവുമായി അദ്ദേഹം ചരിത്രത്തെ, ചരിത്ര പുരുഷന്മാരെ, മഹാരഥന്മാരെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹം 1-ാമത്തെ ചോദ്യത്തിന് പലരെയും കണ്ടു. പക്ഷെ അവർക്ക് 2-ാമത്തെ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. 2-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടവർക്ക് 1-നും 3-നും മറുപടി ഉണ്ടായിരുന്നില്ല. 3-ന് ഉത്തരം കണ്ടവർക്ക് 1-നും 2-നും മറുപടി ഉണ്ടായിരുന്നില്ല. 3-നും കൂടി ഉത്തരം കണ്ടെത്തിയ ഏക വ്യക്തിത്വം മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് 1500-ാമത് വാർഷികത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വസന്തകാലത്തെ സമകാലികതയോട് ചേർത്ത് വെക്കാൻ സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രമേയമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം, ലോകം പ്രവാചകനെ കാത്തിരുന്നു എന്നത് ലോകത്തിൻ്റെ സർവ്വമതങ്ങളുടെയും വേദഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യഹൂദമതത്തിന്റെ വേദഗ്രന്ഥമായ ഓൾഡ് ടെസ്റ്റ്മെന്റ് യഹോവ പറയുന്നതായി മൂസാ പ്രവാചകനോട്, നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ, സഹോദര കുടുംബത്തിൽ, നിങ്ങളുടെ വംശത്തിൽ ഒരു സന്ദേശവാഹകൻ കടന്നു വരാനിരിക്കുന്നു. അദ്ദേഹം നിങ്ങളുടെ വംശത്തിലാണ്, നിങ്ങളുടെ കുടുംബത്തിലാണ്, നിങ്ങളുടെ സഹോദരനാണ്. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മൂസാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിൽ, അത് തൗറാത്താണെങ്കിൽ, അല്ലെങ്കിൽ അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണെങ്കിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം മൂസാ നബിയുടെ കുടുംബ പരമ്പരയിൽ പ്രവാചകനായി ജനിച്ചത് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. യേശുദേവൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയുടെ കുടുംബ പരമ്പരയിൽ അല്ല. ഇബ്രാഹിമി പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നവർക്കറിയാം, ഇസ്ഹാഖ് ഇസ്മായിൽ പരമ്പരയിൽ, ഇസ്മായിൽ പരമ്പരയിലാണ് മൂസ അലൈഹിസ്സലാമും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇസ്ഹാഖി പരമ്പരയിലാണ് യേശു ക്രിസ്തു ഈസാ നബി കടന്നു വരുന്നത്. അതുകൊണ്ട് ഈസ അല്ല, യേശുവല്ല, മുഹമ്മദ് നബിയാണ് എന്ന് സമർത്ഥിക്കാൻ ചരിത്രം നമുക്ക് വലിയ ശക്തി പകരുന്നുണ്ടെങ്കിൽ, യഹൂദമതം പ്രവാചകനെ കാത്തിരുന്നു. ക്രിസ്തുമതത്തിന്റെ വേദഗ്രന്ഥമാകുന്ന ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ സുവിശേഷം ഇഞ്ചീൽ, അത് പരിവർത്തനപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ അതിപ്രധാനി യോഹന്നാനാണ്.
യോഹന്നാന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം ഇങ്ങനെയാണ്. യേശു അനുയായികളോട് പറയുന്നു, നിങ്ങൾക്കിപ്പോൾ എല്ലാം വഹിപ്പാൻ വയ്യ. നിങ്ങളിലേക്ക് സത്യത്തിന്റെ ആത്മാവ്, സത്യകാര്യസ്ഥൻ, സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ഒരാത്മീയ ആചാര്യൻ നിങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നുണ്ട്. അയാൾ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അയാളിലാണ് വിശ്വസിക്കേണ്ടത്. ആ ആള് വരുമെന്ന് പറവാനാണ് നാം വന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുകയാണ്. നിങ്ങൾ ആ സത്യാത്മാവിൽ, സത്യസന്ദേശവാഹകനിൽ വിശ്വസിക്കുകയും. യോഹന്നാൻ പറയുന്ന പോലെ തന്നെ അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും മത്തായി പറയുന്നുണ്ട്, മാർക്കോസും ലൂക്കോസും പറയുന്നുണ്ട്. ബർന്നബാസിന്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി അത് മുഹമ്മദാണ് എന്ന് പറയുന്നുണ്ട്. ബർന്നബാസിനെ പിന്നീട് സഭ പുറത്താക്കിയെങ്കിലും ബർന്നബാസ് അത് വ്യക്തമായി തന്നെ മുഹമ്മദ് നബിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യാത്മാവ്, സത്യസന്ദേശവാഹകൻ, സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന സന്ദേശവാഹകൻ, യേശുക്രിസ്തുവിന്റെ ശേഷം വന്ന ഒരേ ഒരു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാനൊരിക്കൽ ഒരു യാത്രക്കിടയിൽ, ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു കന്യാസ്ത്രീ സഹോദരിയോട് ചോദിച്ചു. സുവിശേഷം ട്രെയിനിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. അവരുടെ കയ്യിൽ ബൈബിളുണ്ട്. ഞാൻ ആ ബൈബിൾ തുറന്ന് യോഹന്നാന്റെ വചനം കാണിച്ചു കൊടുത്തു. ആരാണ് ഈ സത്യാത്മാവ് എന്ന് ചോദിച്ചു. ആരാണ് ഈ സത്യസന്ദേശവാഹകൻ? യേശു പറയുന്നല്ലോ ഒരാൾ വരുമെന്ന്, അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പരിങ്ങനോടെ കൂടി മറുപടി പറഞ്ഞു, അത് ജബ്രയീലാവാനാണ് സാധ്യത. അത് സത്യസന്ദേശവാഹകനല്ല. ജബ്രയീൽ അതിന്റെ മുന്നേയും വന്നതല്ലേ. പിൽക്കാലത്ത് വരുമെന്ന് പറഞ്ഞ സത്യസന്ദേശവാഹകൻ ആരാണ്? അവർ പറഞ്ഞു, മുഹമ്മദ് നബി ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ എന്താ തെളിവ്? ആണെന്ന് പറയാൻ എന്റെ മുമ്പിലെ തെളിവ് ചരിത്രമാണ്. മുഹമ്മദ് നബിയെ യേശുവിന്റെ ശേഷം വന്നിട്ടുള്ളൂ. ക്രൈസ്തവ സഭകൾ ഉത്തരം നൽകേണ്ടതാണ്. തർക്കത്തിനല്ല, സൗഹൃദപരമായ ആരോഗ്യപരമായ സംവാദത്തിന് ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെല്ലാം ക്രൈസ്തവ സഭകളോട് ചോദിച്ച ചോദ്യമാണിത്. ആരാണ് ആ സത്യസന്ദേശവാഹകൻ? അതുകൊണ്ട് തന്നെ ക്രിസ്തുമത വിശ്വാസികളും കാത്തിരുന്നു പ്രവാചകന്റെ ആഗമനത്തെ. ഭാരതീയ സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നാൽ ഹൈന്ദവത, സനാതന ധർമ്മങ്ങളുടെയും ആർഷഭാരത സംസ്കാരത്തിന്റെയും ഒക്കെ സമ്മിശ്രമായ ഹൈന്ദവതയിൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ ക്ഷയിച്ചു പോകുമ്പോൾ, ധർമ്മം ക്ഷയിച്ചു പോകുമ്പോൾ അധർമ്മം കൊടികുത്തി വാടുന്ന കാലഘട്ടം വരും. ആ സമയത്തെല്ലാം ധർമ്മത്തെ സംസ്ഥാപിക്കാനും അധർമ്മത്തെ തുടച്ചു മാറ്റാനും അവതാര പുരുഷന്മാർ കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവതരിക്കും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് അങ്ങനെയാണ്. യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭിധാനമധർമ്മസ്യ തദാത്മാനം സജാമ്യഹം പരിത്രാണയ സാധുന വിനാശ ചവിഷ്കൃതാം ധർമ്മ സംസ്ഥാപനാഥായ സംഭവാമി യുഗയുഗേ. കാലഘട്ടങ്ങൾ കഴിയും തോറും ധർമ്മം ക്ഷയിച്ചാൽ അധർമ്മം വളരും. അപ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, അധർമ്മത്തെ തുടച്ചു നീക്കാൻ അവതാര പുരുഷന്മാർ കാലത്തിനനുസരിച്ചുകൊണ്ട് അവതരിക്കും. ഞാൻ വിഷ്ണുവിന്റെ ഈ കാലഘട്ടത്തിന്റെ ദൈവാവതാരമാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതായി ഭഗവത്ഗീത പറയും. അങ്ങനെ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി കടന്നു വന്ന അവതാരങ്ങൾ മാത്സ്യം, കൗർമ്മം, ബാരഹം, നരസിംഹം, ശ്രീകൃഷ്ണനും ശ്രീരാമനും പരശുരാമനും ബലരാമനും വാമനനും അടക്കമുള്ള 9 അവതാര പുരുഷന്മാർ കഴിഞ്ഞുപോയി. 10ാമത് ഒരാൾ അവതരിക്കുമെന്ന് മാത്സ്യം മുതൽ ശ്രീകൃഷ്ണൻ വരെയുള്ളവർ പറയുന്നുണ്ട്. വരാൻ പോകുന്ന കൽക്കിയെ സംബന്ധിച്ചുകൊണ്ടാണത്. കലിയുഗത്തിൽ അവതരിക്കുന്ന അവസാനത്തെ 10ാമത്തെ അവതാരത്തെ പറ്റിയാണ് 9 അവതാരങ്ങളും പറഞ്ഞത്. 10ാമത്തെ അവതാരത്തെ സംബന്ധിച്ചുകൊണ്ട് ഭവിഷ്യപുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസ മുനി മഹർഷി ഭവിഷ്യപുരാണത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വേദവ്യാസൻ എന്ന പേര് വന്നത് വേദങ്ങളെ വികസിപ്പിച്ചത് കൊണ്ടാണ്. കൃഷ്ണദ്വൈപായരുടെ സ്ഥാനപ്പേരാണ് വേദവ്യാസൻ. ആ വേദവ്യാസ മുനി മഹർഷി പറയുന്നു, വരാൻ പോകുന്ന കൽക്കി യുഗത്തിലെ കലിക്കിയെ സംബന്ധിച്ച് ഏകസ്മിന്നന്തരെ മ്ലേച്ഛാചാര്യേന സമന്വിത മഹാമത ഇരിക്കാത ശിഷ്യശാഖ സമന്വിതം. അങ്ങനെ ഇരിക്കെ വിദേശിയായിരിക്കുന്ന ഒരു ആചാര്യൻ കടന്നു വരും. മഹാമത ഇരിക്കാതെ മുഹമ്മദ് എന്ന പേരായിരിക്കും. മഹാമദ് എന്ന സംസ്കൃത വാക്കാണെങ്കിൽ അതിന്റെ അറബിയാണല്ലോ മുഹമ്മദ്. ജനിക്കപ്പെടാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച്
അല്ലെങ്കിൽ മുഹമ്മദിനെ സംബന്ധിച്ച് വിദേശീയ ആചാര്യനെ സംബന്ധിച്ച് പറയുന്നു, ലിംഗച്ഛേദ ശിവാനിഷ ജന്മന ചേലാകർമ്മം നിർവഹിക്കപ്പെട്ട ആളായിരിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ജന്മത്തിൽ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ട വ്യക്തിത്വം ഉണ്ടായിട്ടുള്ളൂ. മാതാവിന്റെ പേര് ദേവദാസ്, മാതാവിന്റെ പേര് ആമിന വിശ്വസ്ത, പിതാവിന്റെ പേര് ദേവദാസ് അബ്ദുള്ള. ഈ ഗണങ്ങളും ഈ തെളിവുകളും എല്ലാം ചേർന്ന് നിൽക്കുന്നത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണെങ്കിൽ ഹിന്ദുമതവും പ്രതീക്ഷിച്ചിരുന്നു പ്രവാചകന്റെ ആഗമനത്തെ. മൈത്രേയൻ കടന്നു വരുമെന്ന ബുദ്ധമതം പറയുന്നു. ലോകത്തെല്ലാ മതങ്ങളും പറയുന്നു മുഹമ്മദ് നബിയുടെ ആഗമനം. ആഡം സ്മിത്തിന്റെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം കണ്ടതും നാം കാണേണ്ടതുമായത് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രവാചകന്റെ ആഗമനത്തെ ലോകം പ്രതീക്ഷിച്ചു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ആ വ്യക്തി ലോകത്ത് കടന്നു വന്ന കാലഘട്ടത്തിൽ ആ ജനത അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് സർവാംഗീകാരം കൊടുത്തോന്നാണ്, സർവസമ്മതനായിരുന്നോ എന്നാണ്. 40 വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിക്കുന്നത്. എന്നാൽ 40 വയസ്സിൽ ഞാൻ നബിയാണെന്നും ദൈവം ഒന്നാണെന്നും ഇലാഹ് ഒന്നാണെന്നും പറഞ്ഞപ്പോഴാണ് മക്കക്കാർ മനഃപൂർവ്വം അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചത്, എതിർത്തത്. പക്ഷെ അതുവരെ അവർ പറഞ്ഞത് എല്ലാത്തിനും പറ്റുന്ന ആളാണ്, അൽ അമീൻ വിശ്വസ്തനാണെന്നാണ്. സർവാംഗീകൃതനായിരുന്നു 40 വയസ്സുവരെ. പിന്നെ അല്പസ്വല്പം എതിർപ്പുണ്ടായതും ശക്തമായി എതിരായി വളർന്നു വന്നതും പ്രവാചകനാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് വ്യക്തിത്വം കൊണ്ട് സർവാംഗീകൃതനായിരുന്നു എപ്പോഴും. ഹിർക്കൽ രാജാവിന്റെ മുമ്പിൽ ചെന്ന അബൂ സുഫിയാൻ, ഹിർക്കലിന്റെ ചോദ്യം, എങ്ങനെയുണ്ട് നിങ്ങളുടെ മക്കയിലെ മുഹമ്മദ് എന്ന ചോദ്യം. കഠിന ശത്രുവായിരുന്നു അന്ന് അബൂ സുഫിയാൻ. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ വിദ്വേഷം നിലനിർത്തുന്ന ആളായിരുന്നു അന്ന് അബൂ സുഫിയാൻ. പക്ഷെ ആ അബൂ സുഫിയാൻ പോലും ഹിർക്കലിന്റെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്, ആള് കൊള്ളാം, വിശ്വസ്തനാണ്, അനാഥ സംരക്ഷകനാണ്, ഇടപാടിന് പറ്റുന്നവനാണ്, എല്ലാം കൊണ്ടും പൂർണ്ണവാനാണ് എന്ന സാക്ഷ്യപത്രമാണെങ്കിൽ മക്ക മാത്രമല്ല എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആഡം സ്മിത്തിന്റെ രണ്ടാമത്തെ ചോദ്യം അതാണ് നമ്മൾ ഉത്തരം കാണുന്നത്, സർവാംഗീകൃതൻ എന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, അദ്ദേഹം ലോകത്ത് വിട പറഞ്ഞു പോയ ശേഷം പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള അവരവരുടെ പിൽക്കാല പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭാവന അദ്ദേഹത്തിന് ജീവിതത്തിൽ കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നാണ്. ഈ ചോദ്യമാണ് വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും 1500 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സന്ദർഭത്തിലും സർവ്വ മനുഷ്യരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരം അത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിച്ചോളാം. നമുക്കറിയാം, ചരിത്രപരമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ത്യ അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിന്റെ മുമ്പിലൂടെ കടന്നുപോയിരുന്നു. നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിൽ നരസിംഹറാവു ഇന്ത്യ ഭരിച്ച സമയത്ത് അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യ ഗാട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് 100 കോടി കടമെടുത്തു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന അമേരിക്ക നിയന്ത്രിക്കുന്ന ലോക ബാങ്കിൽ നിന്ന് എടുത്ത 100 കോടി ഇന്ത്യ തിരിച്ചടച്ചു. പക്ഷേ എത്ര അടച്ചാലും നയാഗ്ര വെള്ളച്ചാട്ടം പോലെ പലിശ കൊണ്ട് ഇന്ത്യ കടക്കയത്തിലേക്ക് പെട്ടുപോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇന്ത്യ ആഴക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നെ സംബന്ധിച്ച് ലോകത്ത് ചർച്ച നടന്നു. ആ ചർച്ചയിൽ വേറിട്ടൊരു ചർച്ച വന്നത് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സമ്മതത്തോടെ ധനകാര്യ മന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധന്മാരോടെല്ലാം പ്രശ്നപരിഹാരത്തിന്റെ പ്രബന്ധം തേടി ഒരു ഓർഡർ ഇറക്കി. ഇന്ത്യയുടെ നാനാഭാഗത്തു കൊണ്ടും പല പ്രശ്നപരിഹാരങ്ങളുടെയും ഒരു ഫോർമുല പലതുമായി കൊണ്ട് പ്രബന്ധമായി വന്നു. പക്ഷെ അതിന് വേറിട്ടൊരു പ്രബന്ധം നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ മലബാറിലെ പൊന്നാനിൽ നിന്നുകൊണ്ട് ഒരു പ്രബന്ധം കൊടുത്തു. അത് കൊടുത്തത് MP നാരായണപിള്ളയാണ്. നാരായണപിള്ള ഹിന്ദുവാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സംഹാരം കൊണ്ടും ഹിന്ദുവാണ്. നാരായണപിള്ള സാമ്പത്തിക വിചക്ഷണനാണ്, ഡോക്ടറേറ്റ് നേടിയ ആളാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വലിയ വിചക്ഷണമായ കാഴ്ചപ്പാടുള്ള ആളാണ് MP നാരായണപിള്ള. നാരായണപിള്ള മൻമോഹൻ സിംഗിന് ഒരു പ്രബന്ധം അയച്ചു കൊടുത്തു. ആ പ്രബന്ധം മലയാളത്തിൽ കലാകൗമുദി പ്രസിദ്ധീകരിച്ചു.
1991 ഓഗസ്റ്റ് 11 തീയതി കലാകൗമുദി വീക്കിലി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ വമ്പിച്ച ചർച്ച നടന്നു. ആ ലേഖനത്തിന്റെ പ്രബന്ധത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നമുക്ക് വേണ്ടത് ഒരു സാമ്പത്തികമായി ഇസ്ലാമിക ബജറ്റ് ആവശ്യമാണ്. നമുക്ക് വേണ്ടത് ഇസ്ലാമിക ബജറ്റാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയിൽ നിന്നുകൊണ്ട് ഇന്ത്യ 100 കോടി കടം വാങ്ങിയത് തിരിച്ചടച്ചിട്ടും പലിശ കൊണ്ട് അതിന്റെ കുന്നുകൂടി അതിന്റെ ഇരട്ടിക്കിരട്ടി ഇപ്പോഴും ബാധ്യതയായി തുടരുന്നത് അമേരിക്ക നിയന്ത്രിക്കുന്ന IMF എന്ന് പറഞ്ഞ ലോകരാഷ്ട്രത്തിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പലിശയുടെ ചെകുത്താൻ കോട്ടയായ സാക്ഷാൽ IMF ആണ്. IMFന്റെ പൊതുധാര അല്ലെങ്കിൽ പലിശയുടെ പൊതുധാര എപ്പോഴും രണ്ട് സമാന്തര രേഖകളായി സംഗമിക്കാതെ പോകുന്ന ഒരു ഘടകമാകുന്നു പലിശ. മനുഷ്യനെ വിഭജിക്കുന്ന ഘടകമാണ്. ഒരിക്കലും ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതിൽ നിന്നുകൊണ്ട്. അങ്ങേയറ്റം ജനങ്ങൾ പൊറുതുമുട്ടും അതിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില കാഴ്ചപ്പാടുണ്ട്. ഐക്യരാഷ്ട്രസഭ നിയന്ത്രിക്കുകയാണെങ്കിലും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് സാക്ഷാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതിൽ നിന്നുകൊണ്ട് കടം കൊടുക്കുന്നവർ അവിടെ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വലിയ സാമ്രാജ്യത്വങ്ങളാണ്. ഫ്രാൻസും ജപ്പാനും ബ്രിട്ടനും അമേരിക്കയും എല്ലാം അവിടെ പണം ഡിപ്പോസിറ്റ് ചെയ്യും. ഇന്ത്യയും ഇറാഖും ഇറാനും പാകിസ്ഥാനും അടക്കമുള്ള ചെറു ചെറു രാജ്യങ്ങൾ കടം വാങ്ങും. കടം വാങ്ങിയവനെന്നും കടക്കയത്തിൽ പെട്ടുപോകും. കടം കൊടുത്തവനെന്നും ചേർത്ത് വീർത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും സംഗമിക്കില്ല ഈ പലിശ കൊണ്ട്. അതീവമായി മിനിറ്റുകളെ കൊണ്ട് വാണം കയറുന്ന പോലെ പലിശ കയറുന്ന വലിയൊരു ദുരന്തമാകുന്നു IMF. അതുകൊണ്ട് IMF എന്ന് പറയുന്ന ലോക ബാങ്ക് പിരിച്ചുവിടണം. ഇന്ത്യ അന്ന് കടമെടുക്കില്ല എന്ന് നിർബന്ധം പിടിക്കണം. പകരം പലിശയില്ലാത്തൊരു വ്യവസ്ഥിതി ഇന്ത്യക്ക് കൊണ്ടുവരണം. പലിശയില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥിതി ഇന്ത്യക്ക് അഭികാമ്യമായി കൊണ്ടുവരാൻ ഐക്യരാഷ്ട്രസഭയിൽ ആദ്യ പ്രമേയം ഇന്ത്യ കൊണ്ടുവരട്ടെ. മറ്റു രാജ്യങ്ങളെല്ലാം അതിനെ പിന്തുണക്കട്ടെ. അമേരിക്ക എതിർക്കും, ഫ്രാൻസ് എതിർക്കും, ജപ്പാൻ എതിർക്കും, ബ്രിട്ടൻ എതിർക്കും, പക്ഷെ എതിർക്കട്ടെ. പക്ഷെ മറ്റു രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിൽ പലിശരഹിതമായ ഒരു ബാങ്ക് സംവിധാനം ഈ ലോകത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ സമ്മതത്തോടെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗ് ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആവാൻ ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങളുടെ പൊന്നാനി പരി വന്നോട് തൊപ്പിയിട്ട് മാപ്പിളയായാൽ തരക്കേടില്ല. അങ്ങനെ മാപ്പിളയായാലേ അയാൾക്ക് ആ പ്രബന്ധം അവതരിപ്പിക്കുമ്പോൾ ആത്മാർത്ഥതയുണ്ടാവൂ. ഇസ്ലാമിക സാമ്പത്തിക ബജറ്റിന് മാത്രമേ ഇന്ത്യയെ കടക്കയറ്റിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് MP നാരായണപിള്ളയുടെ പ്രബന്ധം അവസാനിച്ചത്. 1991 ഓഗസ്റ്റ് 11 കലാകൗമുദി പ്രസിദ്ധീകരിച്ചതാണിത്. വലിയ ചർച്ചകളായതാണ്. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയി. മൻമോഹൻ സിംഗ് നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് പറയാൻ മടിച്ച കാര്യം. മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി കാലഘട്ടത്തിൽ അദ്ദേഹം വെട്ടി തുറന്നുകൊണ്ട് പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും ഒരു ഇസ്ലാമിക ബാങ്ക് ഉണ്ടാക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന്. ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും ഒരു ഇസ്ലാമിക ബാങ്ക് സ്ഥാപിക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സംഘപരിവാറിന്റെ ബുദ്ധിരാക്ഷസൻ എന്ന് സ്വയമേവ നടിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു, ഇയാൾ മൻമോഹൻ സിംഗ് അല്ല, മൗലാന സിംഗ് ആണ്. അതോടുകൂടി മൻമോഹൻ സിംഗ് തന്റെ ഉദ്യമം കൊണ്ട് പുറകോട്ട് പോയി. ഇന്ത്യ അതിലേക്ക് കാലുവെക്കാൻ മടിച്ചുകൊണ്ട് കടക്കയത്തിലേക്ക് വീണ്ടും പോയി. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ 2 തവണ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നു CPM ഭരണകാലഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ കാലഘട്ടത്തിലെ 4ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അട്ടപ്പാടിയിലെ കർഷകന്റെ കൂട്ട ആത്മഹത്യ തടയാൻ, ആദിവാസിയിലെ പാവപ്പെട്ടവന്റെ കടക്കണിയെ തടയാൻ എന്ത് വേണമെന്ന് സമരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ബജറ്റിൽ ഒരു വാക്ക് പറഞ്ഞു. സാമ്പത്തികപരമായി കർഷകനെ രക്ഷപ്പെടുത്താൻ, കടക്കയറ്റിലേക്ക് പോകുന്ന പട്ടിണി പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പലിശയില്ലാത്ത സാമ്പത്തിക വായ്പാ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലയിലും 2 ബാങ്ക് വീതം സ്ഥാപിക്കണം. അത് പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് തന്റെ മീഡിയ സെന്ററിൽ പോയി പത്രക്കാരെ കാണാൻ. പത്രക്കാരെല്ലാം ബജറ്റിനെ സമരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പത്രക്കാർ ചോദിച്ചത് ഇതാണ്: നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പലിശയില്ലാത്ത ബാങ്ക് വേണമെന്നാണ്, അത് ഇസ്ലാമിക ബാങ്ക് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഇസ്ലാമിക ബാങ്കിൽ സാമ്പത്തികമായി കൊണ്ട് പറയുമ്പോൾ പലിശ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്ലാമിക ബാങ്ക് ആയാലും അത് പലിശയില്ലാത്ത ബാങ്ക് വേണമെന്നാണ്.
ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും മാറ്റിവെച്ചുകൊണ്ടാണ് ഖുർആന്റെ അധ്യാപനത്തെ സ്വീകരിക്കണമെന്ന് വ്യംഗ്യം ധോരണ പറയുന്നത്, ശരിയാണോ? തോമസ് ഐസക് പറഞ്ഞു, തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പടപൊരുതിയ ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും. പക്ഷെ കമ്മ്യൂണിസത്തിന്റെ തത്വശാസ്ത്രത്തിൽ എവിടെയും കർഷകന്റെ ആത്മഹത്യയെ തടയാൻ ഒരു വടിയും ഞാൻ കാണുന്നില്ല. ഞാൻ കിടക്കുമ്പോൾ ഒരു പക്ഷേ തലയിണയായി ഉപയോഗിക്കുന്നത് മാനിഫെസ്റ്റോ ആയിരിക്കും, പക്ഷെ അവിടെയൊന്നും ആദിവാസികളുടെ കടക്കയറ്റിൽ കൊണ്ട് അവരെ കരപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ഒരു തത്വശാസ്ത്രവും ഒരു സംഹിതയും ഞാൻ മാർക്സിയൻ സിദ്ധാന്തത്തിലും എംഗൽസിയൻ സിദ്ധാന്തത്തിലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഖുർആനിലാണ്. ആ പത്രസമ്മേളനം കഴിഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് ശേഷം സമസ്തകാല ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴ വെച്ചുകൊണ്ട് നടന്നപ്പോൾ സാമ്പത്തിക സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടന്നു വന്നത് തോമസ് ഐസക്കാണ്. അദ്ദേഹം ഒന്ന് മന്ത്രിയാണ്. അദ്ദേഹം വെള്ളവസ്ത്രധാരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും പറയാൻ പേടിക്കുന്നൊരു കാര്യം ശുഭവസ്ത്രധാരികളായ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഞാൻ കേരളത്തിന്റെ ഖജനാവ് വർഷങ്ങളോളം കൈകാര്യം ചെയ്ത ആളാണ്. എല്ലാം പഠിച്ചുകൊണ്ട് ഞാൻ ഈ വെള്ളവസ്ത്രധാരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, പാവപ്പെട്ടവന്റെ കടക്കയത്തെ മാറ്റാൻ, ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ കണ്ണീരപ്പാൻ ഖുർആനിലെ പരിഹാരം ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ ആ ഖുർആൻ ഉയർത്തിപ്പിടിച്ചതിൽ എന്തുകൊണ്ടും ജീവിതത്തിന്റെ ധന്യരാണ്. ഇത് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രത്തെ സംബന്ധിച്ചുകൊണ്ട് പഠിച്ചവനാണ്. കോൺഗ്രസിന്റെ സിദ്ധാന്തത്തെ മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ മുച്ചൂടും മുക്കപ്പെടും വിധത്തിൽ പഠിച്ചത് മൻമോഹൻ സിംഗ് ആണ്. അവരെല്ലാം പറയുന്ന ഒരു തത്വമുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഉദയം കൊണ്ട് മദീനയിൽ വഫാത്തായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കൂ എന്ന സത്യം. അവിടെയാണ് ആദർശത്തിന്റെ 3-ാമത്തെ ചോദ്യത്തെ നമ്മൾ ഉത്തരം കാണുന്നത്. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന എന്താണ് അദ്ദേഹത്തിന് സംഭാവനയായിക്കൊണ്ട് കൊടുക്കാൻ സാധിച്ചത്? പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഖുർആനിലൂടെ മാത്രമേ കാണൂ. ഒരു ഉദാഹരണമാണ് പലിശയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെങ്കിൽ, തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം, അടിച്ചമർത്തപ്പെട്ട അടിമവംശത്തിന്റെ മോചനത്തിന്റെ പരിഹാരം, പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ ജനതയുടെ വിമോചനം, മാത്രമല്ല സകല മനുഷ്യന്റെയും പ്രശ്നങ്ങളുടെ പരിഹാരം വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണെന്ന് പറയുമ്പോൾ ആ തിരുസുന്നത്തിനെയും തിരു ഖുർആനെയും ഉയർത്തിപ്പിടിക്കുന്ന മാനവരാശിയിൽ മുസ്ലിം സമുദായം കാലങ്ങൾ കഴിയുന്തോറും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ 2ാമത്തെ മതമായി ഇസ്ലാം വളർന്നു വന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. 2 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും അമേരിക്കയിൽ 1ാമത്തെ വംശം, 1ാം ജനത, 1ാമത്തെ മനുഷ്യർ ഇസ്ലാമായിരിക്കും എന്ന് ഇപ്പോഴെ ജനങ്ങൾ പ്രവചിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലും ഇസ്ലാമിന്റെ വളർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടുകൊണ്ട് ഇസ്ലാമോഫോബിയ സംഘപരിവാറും മറ്റുള്ളവരും പ്രചരിപ്പിച്ചാലും, ഇസ്ലാമിക വിരുദ്ധത എത്ര കണ്ടുകൊണ്ട് മുടിയഴിച്ചാടിയാലും, ജനം നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിനെ സ്വീകരിക്കാനാണ് സാധ്യമാകുന്നത്. പെറ്റുപെരുകുന്നതല്ല, വിശ്വാസിച്ച് പൂർണ്ണതയിൽ എത്തുന്നവയാണ് ഇസ്ലാമിന്റെ വംശത്തിന്റെ കൂട്ടായ്മയുടെ കാര്യം. പെറ്റുപെരുകുന്നതും തെറ്റാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാലും അത് ശരിയല്ല. കാരണം വെള്ളാപ്പള്ളിമാർക്കുണ്ടാകുന്ന ഒരു ദേഷ്യം മുസ്ലിങ്ങൾ കൂടി വരുന്നു എന്നാണ്. മലപ്പുറം ജില്ല ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, മലബാറിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. ഇത് വലിയൊരു ഭീതിയോടെ ഉണ്ടാക്കി തീർക്കുന്ന സംഘപരിവാറിന്റെ പ്രോപ്പഗണ്ട. അതുതന്നെയാണ് സംഘപരിവാറിന്റെ സഹയാത്രികരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ, മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മാന്യമായി ജീവിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും സുസമ്മതമായ ഒരു ജീവിത രീതിയാണ് ഇസ്ലാം സംഭാവന ചെയ്യുന്നത്. പെറ്റുപെരുകലായാലും ശരി, മാന്യമായി കൊണ്ട് തന്നെയേ ഉള്ളൂ, അതിലപ്പുറത്തില്ല. വിവാഹപ്രായമാകുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളെ കെട്ടിച്ചു കൊടുക്കും, മാന്യമായി കൊണ്ട് അവരുടെ യുവത്വ കാലഘട്ടത്തിൽ അവർ പ്രസവിക്കും. എന്നാൽ ജാതിയും ജാതീയതയും പറയുന്നവരും ജനിതകം നോക്കി നടക്കുന്നവരും ജാതകം പെരുമ്പിച്ചുകൊണ്ട് പറയുന്നവർക്കും കല്യാണം കഴിക്കാനുള്ള സൗഭാഗ്യമില്ലാത്തതിന്റെ ബലി പിന്തള്ളപ്പെട്ടതിന് വെള്ളാപ്പള്ളി മുസ്ലിമീങ്ങളോടല്ല കയർക്കേണ്ടത്, ജാതി ചകുത്താനെ പിടിച്ചുകെട്ടാൻ തന്റെ ജാതിയുടെ അപ്പോസ്തലനായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി തന്റെ ജാതിയെ ചെന്ന് അവസാനിപ്പിച്ചാലേ ഹൈന്ദവർക്ക് മോചനമുണ്ടാകൂ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. മുസ്ലിം സമുദായം പെറ്റുപെരുകുന്നത് ആർക്കും എതിർക്കപ്പെടേണ്ടതല്ല, പെറ്റുപെരുകലല്ല, വിശ്വാസത്തിന്റെ നല്ല അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ കടന്നു വരലാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തുമെല്ലാം ഇസ്ലാമിന്റെ വളർച്ചയാണ്. ലോകത്ത് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ചരച്ചരക്കണമെന്ന് സിയോണിസം തീരുമാനിച്ചാലും, സാമ്രാജ്യത്വം അതിന്റെ നെറുകയിൽ എന്നുകൊണ്ട് പറഞ്ഞാലും, ഇസ്ലാം എന്ന് പറയുന്ന
ഉജ്ജ്വലമായ തത്വസംഹിത വിജയിച്ചേ മുന്നേറൂ എന്നത് ലോകം തിരിച്ചറിഞ്ഞുള്ള വസ്തുതയാണ്. തെറ്റിദ്ധാരണകളുണ്ടാകട്ടെ. നുപൂർ ശർമ്മ കഴിഞ്ഞ വർഷം പറഞ്ഞത് മുഹമ്മദ് നബി എന്തിനാണ് 6 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച ബാലികയെ സ്വീകരിച്ചത് എന്നാണ്. നുപൂർ ശർമ്മ മാത്രമല്ല, അനേകായിരം നുപൂർ ശർമ്മമാർക്കും പണ്ടേ മറുപടി പറഞ്ഞ മതമാണ് ഇസ്ലാം മതം. ഞാനൊരു വിശദാംശങ്ങൾക്ക് പോകുന്നില്ല. SMF ക്യാമ്പയിനിൽ അതിശക്തമായി നമ്മൾ പറയുന്നത് മഹാനായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. തിരുനബി 6-ാമത്തെ വയസ്സിലാണ് ആയിഷ ബിവിയെ കെട്ടിയത്. പക്ഷെ ആ കാലഘട്ടത്തിൽ അതൊരു അരുതായ്മയായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവിയെ സംബന്ധിച്ചിടത്തോളം കല്യാണാലോചന നടത്തുന്നത് പ്രവാചകനല്ല മുന്നിട്ട് പറയുന്നത്, മറിച്ച് പറയുന്നത് ഹൗല റളിയല്ലാഹു അൻഹയാണ്. ഹൗല ബിബിയാണ് പ്രവാചകന്റെ മുമ്പിലേക്ക് ബാലികയായ ആയിഷ ബിബിയെ കല്യാണം കഴിച്ചുകൂടെ നബിയെ എന്ന ചോദ്യവുമായി സമീപിക്കുന്നത്. ആരാണ് ഹൗല? ഹൗല പരിഷ്കർത്താവാണ്. ഹൗല സ്ത്രീ വിമോചകയാണ്. ഹൗല മക്കയിലും മദീനയിലും സ്ത്രീവർഗത്തിന് വേണ്ടി സമരം നടത്തി വിജയിച്ച പെണ്ണാണ്. സ്ത്രീകളുടെ എല്ലാം അറിയാവുന്നവരാണ് ഹൗല. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അറബികൾക്കിടയിൽ വിശ്വാസമുണ്ടായിരുന്നു. തന്റെ മാതാവിനോട്, തന്റെ ഭാര്യയോട് പറയുന്നു, ഒരു പുരുഷൻ നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. അത് പറയുന്നതോടുകൂടി ഭാര്യ ത്വലാഖായി എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ഒരു കാലഘട്ടത്തിലെ അറബികൾ. അങ്ങനെ അത് ദുരാചാരമായി കൊണ്ട് തുടരുന്നതിനെ സദാചാരത്തിന്റെ മേൽപ്പടി ചേർത്തുകൊണ്ട് ഇജാസികാർ അവതരിപ്പിച്ചപ്പോ അതിന്റെ ഇരയായി മാറുകയായിരുന്നു ഒരു ദിവസം ഹൗല. തന്റെ ഭർത്താവ് തന്റെ വീട്ടിൽ വന്നപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഭർത്താവ് പറഞ്ഞു ഹൗലയോട്, ഹൗല നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. പറഞ്ഞപ്പോഴേക്കും ഹൗലക്ക് ബോധ്യമായി ഞാൻ എന്റെ ഭർത്താവിനെ കൊണ്ട് വിവാഹമോചിതയായി എന്ന്. അന്ന് രാത്രി ശയനമുറിയിലേക്ക് തന്റെ ശാരീരിക പ്രകടനത്തിന് വേണ്ടി ഭർത്താവ് വന്ന സമയത്ത് ഹൗല പറയുന്നു, തൊട്ടുപോകരുത് എന്ന് ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടു. നേരം വെളുത്തോട്ടെ, ഞാൻ നബിയോട് പരാതി പറഞ്ഞോളാം. പ്രഭാതവേളയിൽ തന്നെ ഹൗല ഓടിപ്പോകുന്നു പ്രവാചകന്റെ സന്നിധിയിലേക്ക്. താൻ രാത്രി ധരിച്ച ഡ്രസ്സായിരുന്നു നൈറ്റി. അത് വഴിയിൽ വെച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ കാണുകയാണ്. നീ ഹൗല എങ്ങോട്ടായി ധൃതിപ്പെട്ടുകൊണ്ടുള്ള ഓട്ടം? ഹൗലയുടെ മറുപടി, എനിക്ക് വേണ്ടി മാത്രമല്ല, നീ അടക്കമുള്ള ലോകാവസാനം വരെയുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടിയ ഞാൻ ഈ ആവലാതിയുമായി പ്രവാചകന്റെ മുമ്പിൽ പോകുന്നത്. കാര്യമെന്താ പറഞ്ഞു കൊടുത്ത ശേഷം തന്റെ സഹോദരി, തന്റെ കൂട്ടുകാരി പറഞ്ഞു, ഹൗല നീ ഇട്ട ഈ ഡ്രസ്സോട് കൂടിയാണോ പോകുന്നത്? അപ്പോഴാണ് ഹൗല തന്റെ ദേഹത്തേക്ക് നോക്കുന്നത്. രാത്രി കിടക്കാൻ നേരം ഇട്ട അതേ ഡ്രസ്സിലായിപ്പോയി. നേരം വെളുത്തപാടെ പ്രവാചകനെ കാണാനുള്ള ധൃതിയിലുള്ള ഓട്ടത്തിൽ ഡ്രസ്സ് മാറാൻ അവൾ മറന്നുപോയി. പ്രിയപ്പെട്ട ഹൗല പറഞ്ഞു, അകത്തേക്ക് കയറിയിട്ട് അവളോട്, നീ ഇപ്പെട്ട ഡ്രസ്സ് അടിച്ചോ, എന്റെ ഡ്രസ്സ് ഞാൻ നിനക്ക് തരാം, നബിയെ കണ്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് ചേഞ്ച് ആക്കാം. അങ്ങനെ വായ്പ വാങ്ങിയ ഡ്രസ്സുമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഹൗല പോവുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് മുമ്പ് ആയിഷ ബിബിയെ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യം പറഞ്ഞപ്പോ ആയിഷ ബിബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലുള്ള കൈമലർത്തി നടക്കില്ല, ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്, നാട്ടിലെ ഒരാചാരമാണ്, അത് വേണ്ടെന്ന് പറയാൻ എനിക്ക് സ്വന്തം അധികാരമില്ല. അള്ളാന്റെ ഓർഡർ വരട്ടെ, അതുവരെ കാത്തിരിക്കാം, നമുക്ക് അള്ളാഹിനോട് പറയാം. അത് ഹൗലക്ക് സമ്മതമായില്ല. ഹൗല വീണ്ടും ആയിഷ ബിബിയോട് പറഞ്ഞു, നമ്മളൊക്കെ പെണ്ണല്ലേ, നീ ഒന്ന് പറ നബിയോട്, നമുക്ക് രക്ഷ വേണ്ടേ? ആ സമയത്ത് ആയിഷ ബിബി ഹൗല ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹൗല നബിയെ ശല്യപ്പെടുത്തരുത്. നബി പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ, ഇനി ചോദിക്കാൻ ഞാനില്ല, ഇനി എന്നെ കൊണ്ടാവില്ല നബിയെ ഈ രൂപത്തിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ. ആ സമയത്ത് ഹൗല പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ നീ ഇവിടെ വരാൻ കാരണം ഞാനാണെന്ന ബോധം നിനക്കില്ലേ? അതിരിക്കട്ടെ, നമുക്കൊന്നിച്ചു പറയാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം നബിയോടെന്ന് പറഞ്ഞു. ഹൗല നബി തങ്ങളുമായി സംസാരിച്ചു. നബി തങ്ങൾ പറഞ്ഞു, നടക്കില്ല, നടക്കണം നബിയെ. തർക്കിച്ചു ഹൗല. അതുകൊണ്ട് തന്നെ ഹൗലക്ക് പിന്നീട് മുജാദല എന്ന പേര് വന്നു, തർക്കക്കാരി. അങ്ങനെ തർക്കിച്ചു റസൂലുള്ള പറഞ്ഞു, നടക്കില്ല, നാട്ടിലെ സമ്പ്രദായം തടയാൻ എന്നെ കൊണ്ട് മാത്രമാവില്ല, തീരുമാനം അല്ലാഹുവിൻ്റെതുണ്ടാവട്ടെ. ഹൗല തന്റെ ചെരുപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് നഗ്നപാതികയായി മരുഭൂമിയിലേക്ക് ഓടുകയാണ്. മരുഭൂമിയിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഷാവർ അംഗം ഷെഹുന വഹാബുദ്ദീൻ അബ്ദുൽ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി അവസാനിപ്പിക്കുകയാണ്. ഹൗല ബിബി റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ചെന്നുകൊണ്ട് തന്റെ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പഠിച്ചോനെ, സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ദുരാചാരമാകുന്ന ലിഹാർ എന്ന് പറയുന്ന ഈ വിശ്വാസം നീ എടുത്തു കളയണം പഠിച്ചോനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നബിയാണ് വനിതാ വിമോചകൻ, ഞങ്ങളുടെ നബിയോടാണ് ഞങ്ങൾ പറയുന്നത്. നിന്റെ ഓർഡർ ഇല്ലാതെ ഹബീബായ തങ്ങൾ ഇതിന് പറയില്ല. അതുകൊണ്ട് അല്ലാഹുവേ നീ ഇത് മാറ്റിത്തരണം,
ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങൾ മക്കൾ അനാഥകളാകുന്നു, ഞങ്ങൾ വിധവകളാകുന്നു. അതുകൊണ്ട് എപ്പോൾ പറയുമ്പോഴേക്കും ഈ വാക്ക് പുരുഷന്മാരുടെ നാക്കുന്ന വരികയാണ്. അവരുടെ നാക്കുന്ന വരുന്ന ആ പെട്ടെന്നുള്ള വാക്കിന്റെ കാരണത്താൽ ഞങ്ങൾ പല സ്ത്രീകൾക്ക് മുറിവേൽക്കുകയാണ്. ഞങ്ങൾ വിവാഹമോചിതരായി പോകുന്നു. പടച്ചവനെ, നീ ഈ ലിഹാർ എടുത്തു കളയണേ എന്ന് പറഞ്ഞുകൊണ്ട് സമരമായി ഒരു മരുഭൂമിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹൗല അവസാനം അല്ലാഹു തആല അതിന് ഉത്തരം നൽകി. സൂറത്ത് മുജാദലയിലെ ആദ്യത്തെ 3 ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് ലിഹാർ എന്ന് പറയുന്ന ദുരാചാരത്തെ പടച്ച തമ്പുരാൻ പറിച്ചെറിഞ്ഞു. ആ ആയത്തിന് ആ സൂറത്തിന്റെ പേര് വന്നു മുജാദല, തർക്കക്കാരി. ഹൗല തർക്കിച്ചത് കൊണ്ടാണ് തർക്കക്കാരി എന്ന പേര് ആ സൂറത്തിന് വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ലിഹാർ എടുത്തു കളഞ്ഞിരിക്കുന്നു, തർക്കക്കാരിയുടെ ചോദ്യത്തിന് ഉത്തരം തന്നു. ഖദ് സമിഅല്ലാഹ്, അല്ലാഹു കേട്ട് ഉത്തരം തന്നിരിക്കുന്നു. അങ്ങനെ 3 ആയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗലയെ വിളിക്കുക. ഹൗല എവിടെ? ഹൗല സമരത്തിലാണ്. സന്തോഷ വാർത്ത അറിയിക്കൂ ഹൗലയോട്. ഹൗലയോട് ചൊല്ലുകൊണ്ട് പറഞ്ഞു, ഇതാ അള്ളാഹു അംഗീകരിച്ചിരിക്കുന്നു, പ്രവാചകന്റെ മുമ്പിൽ ഓർഡർ വന്നു കഴിഞ്ഞു, ഖുർആൻ ആയത്തിറങ്ങി, അതുകൊണ്ട് ഇനി സ്ത്രീകൾക്ക് രക്ഷയാണ്. ഹൗല സന്തോഷിച്ചു. ഞാൻ പറയാനുള്ള കാരണം, സ്ത്രീകൾക്ക് വേണ്ടി സമരം നടത്തി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തവളാണ് ഹൗലയെങ്കിൽ ആ രക്തം സിരകളിലോടുന്ന ഹൗല ഒരിക്കലും ബാലികയായ ആയിഷ ബിബിയെ പീഡനത്തിന് വേണ്ടി പ്രവാചകന് കെട്ടന്വേഷണം നടത്തൂല. മറിച്ചത് നടത്താനുള്ള കാരണം ആ കാലഘട്ടത്തിൽ സർവാംഗീകൃതമായിരുന്നു ബാലികാ വിവാഹം എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ വേണ്ടി ഹൗലയാണ് ആയിഷ ബിബിയെ കെട്ടാൻ വേണ്ടി പ്രവാചകനോട് പറഞ്ഞത്. അതിന്റെ കൂടി ഒട്ടുകൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. 5 മാസം മുമ്പ് ഇതേ ആയിഷ ബിബിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നു ജുബൈർ ഇബ്നു മുത്ഇമിനെ അദിയി എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖ കുടുംബത്തിലേക്ക്. ജുബൈർ ഇബ്നു മുത്ഇമിനെ അദിയുമായി കല്യാണാലോചന നടത്തിയത് കൊണ്ട്, നിശ്ചയം നടന്നതുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജുബൈർ ഇബ്നു മുത്ഇമിനെ അദിയുടെ അടുത്തേക്ക് പോയി. ജുബൈർ അവിടെ ഇല്ല. മുത്ഇമിനെ അദി എന്ന പിതാവാണ്. മുത്ഇമിനെ അദി എന്ന് പറഞ്ഞാൽ ഖുറൈശിയിൽ ഏറ്റവും നല്ല അംഗീകാരമുള്ള മനുഷ്യനാണ്. മരണം വരെ ബഹുദൈവ വിശ്വാസിയാണെങ്കിലും പ്രവാചകനോട് ഒട്ടിച്ചേർന്ന മനുഷ്യനാണ്. തായിഫിലെ എല്ലാവിധ തർക്കുൽ മുബാലാത്തും, തായിഫിലെ നിസ്സഹകരണത്തെ കൊട്ടിയടച്ചുകൊണ്ട് ഭക്ഷണം നിഷേധിക്കാൻ പാടില്ല മുഹമ്മദിനും അനുയായികൾക്കും എന്ന് പറയാൻ ധീരമായി നിന്ന 6 ആളിൽ, ഖുറൈശികളിൽ 6 ആളിൽ ഒന്നാമത്തെ ആളായിരുന്നു മുത്ഇമിനു അദി. അദ്ദേഹം ഖുറൈശിയാണ്, അദ്ദേഹം മുശ്രിക്കാണ്. പക്ഷെ പ്രവാചകനോട് സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മടിയില്ല. നേരെ ചെന്ന് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു മുത്ഇമിനു അദിയിനോട്, നിങ്ങളുടെ മകൻ ജുബൈറും എന്റെ മകൾ ആയിഷയും തമ്മിൽ വിവാഹബന്ധം നടത്താൻ നമ്മൾ തമ്മിൽ കരാറായതാണ്. പക്ഷെ പിന്നീട് നിങ്ങളുടെ വർത്തമാനമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്നാണ്? നിങ്ങൾ എന്റെ മോളെ നിങ്ങളുടെ മോൻ കെട്ടാൻ തയ്യാറാണെങ്കിൽ ഞാൻ കെട്ടിച്ചു തന്നോളാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് പറയണം. മുത്ഇമിനു അദി പറഞ്ഞു, മുഹമ്മദ് നല്ലവനാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കൂല. അബൂബക്കർ സിദ്ദീഖ് താങ്കൾ നല്ലവനാണ്, പക്ഷെ നിങ്ങളുടെ സബഗ് മതത്തിലേക്ക് ഞാനില്ല. പക്ഷെ നിങ്ങളുടെ മകൾ ആയിഷ സബഗ് മതത്തിൽ, ഇസ്ലാം മതത്തിൽ ചേർന്നല്ലോ, അതുകൊണ്ട് എന്റെ കുടുംബവും നിങ്ങളുടെ കുടുംബവും തമ്മിൽ ഒത്തുപോകില്ല. ഒരു കുഴപ്പവും ആയിഷയ്ക്കില്ല. തറവാട്ടുകാരിയാണ്, തന്റേടിയാണ്, എല്ലാമാണ്. നിങ്ങളാവട്ടെ നല്ല സ്വഭാവ മഹിമ ഉള്ള ആളുമാണ്. എന്റെ മോനും നിങ്ങളുടെ മോക്കും തമ്മിൽ ചേർച്ചെല്ലാം കൊണ്ടുണ്ട്. പക്ഷെ വിശ്വാസം കൊണ്ട് നിങ്ങൾ സബഗ് മതമാണ്, ഇസ്ലാം മതമാണ്. അതിനാൽ എന്റെ മോനും നിങ്ങളുടെ മോളും തമ്മിലുള്ള വിവാഹബന്ധം നടക്കില്ല. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ ചോദിച്ചു, ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. എന്നാൽ ഞാൻ മറ്റാർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തോണ്ട് എനിക്ക് വിരോധമില്ല. നിങ്ങളായിക്കൊണ്ടാണ് വിവാഹ നിശ്ചയം തെറ്റിക്കുന്നത്, ഞാനായിട്ടല്ല. അത് ഞാനായിട്ടാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് മുത്ഇമിനു അദി പറയുകയാണ്. അതിന്റെ ശേഷമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചു കൊടുത്തത്. രണ്ടാമത്തെ ഉത്തരം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. 5.5 വയസ്സായ സമയത്ത് നാട്ടിന്റെ പൗരപ്രമുഖമായ ഒരു കുടുംബത്തിലേക്ക് ആയിഷ ബിബിയെ കെട്ടിച്ചു കൊടുക്കാൻ നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിൽ ഇജാസിന്റെ മണലാരണ്യത്തിൽ മാത്രമല്ല 6-7 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ബാലികാ വിവാഹം സർവാംഗീകൃതമാണ്. നിരാക്ഷേപം നടന്നു വരുന്ന ഒരു ആചാരവും സൽക്കർമ്മങ്ങളുമായി കൊണ്ട് കുടുംബബന്ധം ചേർക്കപ്പെടുതൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ നുബൂശർമ്മമാർ 21-ാം നൂറ്റാണ്ടിൽ വാളെടുത്താലും ഇസ്ലാമിന് ഒരു പുല്ലുമില്ല എന്നുകൂടി സൂചിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇത്തരം തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാടുകളെ സമൂഹത്തിൽ കൂടുതൽ പറയാൻ, എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും അവിടെ നിന്നും പകച്ചു നിൽക്കാതെ ഇസ്ലാമിനെ ജയിച്ചു പറയാൻ, ഇസ്ലാമിനെ ജയിച്ച് കാണിച്ചു കൊടുക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുന്നി മാലിന്യ ഫെഡറേഷനാണ്. സുന്നി മാലിന്യ ഫെഡറേഷൻ കോഴിക്കോട് ജില്ല
ത്വയ്ബ കോൺഫറൻസ് ആണ് ഇന്നെങ്കിൽ നാളെ മുതൽ നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഇൻഷാ അല്ലാഹ് ജില്ലയിലെ എല്ലാ മഹല്ലുകളിലും റൗള സംഗമങ്ങൾ നടത്തി നമ്മൾ ഇതുപോലുള്ള കോൺഫറൻസുകൾ എല്ലാവർക്കും നടത്തി കൊടുക്കണം. നമ്മുടെ മഹലിലൊക്കെ നടത്തണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്നും ഇൻഷാ അല്ലാഹ് 24-ാം തീയതി ജബൽ റഹ്മ കോൺഫറൻസ് മലപ്പുറത്ത് നടക്കുമ്പോൾ അവിടെ വെച്ച് നിൽക്കുന്ന സമാപന മഹാസമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും മലപ്പുറത്തുണ്ടാകണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.